ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് മുതൽ ആവേശകരമായ പ്രചാരണമാണ് LDF സ്ഥാനാർത്ഥിയായ M സ്വരാജിന് വേണ്ടി മണ്ഡലത്തിൽ നടക്കുന്നത്. ചെങ്കൊടിയേന്തിയ പാർട്ടി പ്രവർത്തകർ മുതൽ സാധാരണക്കാരായ ജനങ്ങൾ വരെ സ്വരാജിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്ന കാഴ്ച ഇപ്പോൾ നിലമ്പൂരിൽ സർവ്വസാധാരണമാണ്. സ്വന്തം വീടും തറവാട് വീടും M സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളാകുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. മണ്ഡലത്തിൽ LDFന്റെ 166, 167 ബൂത്ത് കമ്മിറ്റി ഓഫീസുകളാണ് വീടുകളിൽ പ്രവർത്തിക്കുന്നത്. നിലമ്പൂർ പാടിക്കുന്നിലെ 167-ാം ബൂത്ത് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്നത് നെല്ലിശ്ശേരി ആലിക്കുട്ടിയുടെ തറവാട് വീടാണ്. ഏറനാട് ചെഗ്വേര എന്നറിയപ്പെടുന്ന കുഞ്ഞാലിയുടെ കൂടെ പ്രവർത്തിക്കുകയും അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത പാർട്ടി പ്രവർത്തകനാണ് ആലിക്കുട്ടി. എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞ പഴയ സഖാവാണ്. കുഞ്ഞാലിൻ്റെ കൂടെ കുറേ കാലം പ്രവർത്തനം നടത്തിയ ആളാണ്. ആലിക്കുട്ടി എന്ന് പറയുന്നത് നെല്ലിശ്ശേരി ആലിക്കുട്ടി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പ്രായാധിക്യത്തിന്റെ അവശതകൾ കാരണം സജീവമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും തന്നാൽ കഴിയും വിധം പ്രചാരണ രംഗങ്ങളിൽ സജീവമാണ് ആലിക്കുട്ടി. നെടുങ്കണ്ടിയിലെ 166-ാം ബൂത്ത് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് റുക്കിയയുടെ വീട്ടിലാണ്. ആലിക്കുട്ടിയുടെ ബന്ധു കൂടിയാണ് റുക്കിയ. ജനപ്രിയനായ നേതാവിന് വേണ്ടി ആവേശത്തോടെ പ്രവർത്തകർ വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത്. സ്വന്തം കല്യാണത്തിന് സ്വരാജിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച മണവാട്ടിയും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളായിരുന്നു. നാടിന്റെ വിജയ പതാകയേന്താൻ വികസന തുടർച്ചയ്ക്കായി M സ്വരാജ് എത്തണമെന്ന ആവശ്യത്തോടെ വലിയ പിന്തുണയാണ് നിലമ്പൂരിലെ ജനങ്ങൾ നൽകുന്നത്.